ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കിയാരൻ്റെ മുടി മുറിക്കാൻ പോവുകയാണ്. അങ്ങ് മൊട്ടയടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ മുടി എന്തായാലും മൊട്ടയടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മൊട്ടയടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അടൂരാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഷോപ്പിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മൊട്ടയടിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ മറ്റേ എന്താ സ്നാപ്ചാറ്റിൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷെ നേരിട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ ആൾ മുടിയിൽ തൊടാൻ സമ്മതിക്കുമെന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ആളിതാ ഉറക്കൊക്കെ എഴുന്നേറ്റു. കിയാര മൊട്ടാക്കുന്നു, മുടി മൊട്ടാക്കുന്നു. കിയാര മൊട്ടടിക്കുന്നു. നമ്മ മൊട്ട കിയാര അപ്പോൾ നമ്മളിതാ ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവക്ക് മുടിക്ക് എന്തൊക്കെയോ തേക്കുന്നുണ്ട്. അപ്പോൾ ഇവള് നേരെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആൾ കേൾക്കോ ഇല്ലയോ എന്നുള്ളത്. കാരണം മുടി ഇപ്പം ഞാനാണെങ്കിലും അവളെ മുടി വാരാൻ പോലും അവൾ സമ്മതിക്കാറില്ല വീട്ടിൽ നിന്നായാലും. അപ്പോൾ ഇവക്ക് ഇവളുടെ മുടിയിൽ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. കാരണം എന്താ ഇരുത്തം കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു അമ്പലത്തിലൊക്കെ പോയൊരു ഫീലായിരുന്നു. കാരണം രാവിലെ ആയതുകൊണ്ട് ഇവർ നല്ല ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ അതും കേട്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇവളും കുറച്ച് സമയം ആ ഒരു ഫോണ് ആ ദൈവത്തിൻ്റെ ആ ഒരു ഇത് കണ്ടു. പിന്നെ കുറച്ച് സമയം ഇവളുടെ കയ്യിൽ എന്ത് കൊടുക്കുമെന്ന് അവരിങ്ങനെ നോക്കുന്നുള്ളതാണ്. അപ്പം ഞാനും അവിടുത്തെ കുറേ നോക്കി ഇവളുടെ കയ്യിൽ എന്താ ഒന്ന് പിടിക്കാൻ കൊടുക്കുന്നതെന്ന്. അവസാനം മയിൽപ്പീലി കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം ആ മയിൽപ്പീലിയിൽ കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ മുടി എല്ലാവരും മൊട്ട അടിക്കാറുണ്ട്. ആദ്യത്തെ മുടി എന്തായാലും മൊട്ട അടിക്കണം എന്നാണ് അങ്ങോട്ടൊക്കെ പറയാറ്. അപ്പോൾ ഇവളുടെ മുടി എന്തായാലും മൊട്ട അടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിൽ എന്താ മുടി മൊട്ട അടിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ സൈഡ് മുറിച്ചാൽ മതി. പിന്നെ ഇങ്ങോട്ടെല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി മൊട്ട അടിച്ചിട്ടില്ലായിരുന്നു ചെറുതുണ്ടാവുമ്പോൾ എന്ന്. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയത് മൊട്ട അടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവൾ ഇത്രയും സമയം നല്ല സൈലൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു കരഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ട് എന്താ തീരെ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരുന്നു. അവൾ തീരെ സമ്മതിച്ചില്ലെങ്കിൽ അവളുടെ കയ്യിൽ ഫോണോ എന്തെങ്കിലും കൊടുക്കാം, കുറച്ച് സമയം അത് നോക്കിയിരിക്കട്ടെ എന്ന്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഇവക്ക് മുടി വെട്ടണമെങ്കിൽ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ തീരുമാനിച്ചു ഫോൺ കൊടുക്കാമെന്ന്. അങ്ങനെ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ ഇഷ്ടപ്പെട്ട പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, പട്ടിയുടെ സൗണ്ടൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ആൾ നോക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവൾക്ക് നമ്മൾ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഫോൺ കൊടുത്തിട്ട് ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എന്തെങ്കിലും നോക്കുമ്പോൾ അവൾക്ക് കേട്ടിട്ട് പരിചയമുള്ള പാട്ട് അല്ലെങ്കിൽ ചില പാട്ടുകളുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പോലത്തത്, അതൊക്കെ വെച്ചാൽ ഡാൻസ് കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ അവൾ തന്നെ എൻ്റെ അടുത്ത് വരും. എന്നിട്ടത് ഫോണ് തിരിച്ചിട്ട് അവൾ തന്നെ നോക്കും. അങ്ങനെ മാത്രമാണ്. പിന്നെ ഇതിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ആള് സൈലൻ്റായിട്ട് വേണമെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ സൈലൻ്റ് ആവുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ ഇങ്ങനെ കാണിച്ചിട്ട് മുടി എടുക്കുന്നുള്ളത്. അല്ലാതെ അവൾ അനങ്ങിയാൽ എവിടെയെങ്കിലും സ്ക്രാച്ചൊക്കെ ആവുമല്ലോ. അപ്പോൾ അതും ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നും പിന്നെ
കാണുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെങ്ങനെ സൈലൻ്റ് ആയിരുന്നോ, കരഞ്ഞിട്ടില്ലേന്ന്. കാരണം ഇവളായതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കരഞ്ഞിട്ട് ബഹളം വെക്കുന്നു. കാരണം ഇവൾ അങ്ങനെ ആയിരുന്നു. മുടി തൊടാൻ വിടില്ല, റബ്ബർ ബാൻഡ് ഇടാൻ വിടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എന്തോ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുമ്പോൾ ഫോണ് കാണിച്ചു എന്ന് മാത്രമാണ്, അല്ലാതെയും ആൾ നല്ല സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവരോട് മുടി ഇങ്ങനെ മൊട്ടയടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾ കേൾക്കുന്നുണ്ടെങ്കിൽ ബ്ലേഡ് തന്നെ മതി, അല്ലാന്നുണ്ടെങ്കിൽ തീരെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, ബ്ലേഡിൽ തന്നെയാണ് മുറിച്ചതൊക്കെ. അപ്പോൾ ഞാനും ഇങ്ങനെ ബാർബർ ഷോപ്പിൽ കുട്ടികളൊക്കെ കരയുന്ന കേട്ടിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ഉണ്ടാവുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയല്ലോ, അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മുടിയെടുക്കാൻ വരുമ്പോൾ കരയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇവൾ കരയുന്നത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു. അപ്പം ഇവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും സൈലൻ്റായിട്ട് ഇവൾ കരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ സൈലൻ്റായിട്ട് ഇരുന്നതുകൊണ്ട് അവർക്കും ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവസാനം താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ മുട്ട അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ തലയിൽ എന്തോ നാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര സൈലൻ്റ് ആണ്, ചിരിയുമില്ല, ഒന്നുമില്ല. കുറച്ച് സമയം എടുക്കുമായിരിക്കും സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. കിയാരൻ്റെ മുടി എടുത്തു കിയാരൻ്റെ മുടി വാര്. അപ്പോൾ ഇവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളതാണ്. ആള് ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുളിപ്പിച്ചിട്ട് കുറിയൊക്കെ ഇട്ടു. അപ്പോൾ ഇവർക്ക് ഫുഡ് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കുന്നുള്ളതാണ്. നോക്ക് ഇതന്നെ മുട്ട എടുത്തു കിയാരൻ്റെ മുട്ട എടുത്തു മുട്ടച്ചി മുടി കൊടുത്തു കിയാരൻ്റെ മുടി വാര്. പൊന്നെ മുടിയില്ല കാക്ക കൊന്നെ. കൈ കൊണ്ട എടുത്തു കിയാരൻ്റെ ചാക്കി എടുത്തു. പപ്പ തിന്നാ ഇവളുണ്ടല്ലോ മുട്ട അടിച്ചതിന് ശേഷം കുറച്ച് കുരുത്തക്കേട് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അവളുടെ കയ്യിലൊരു കവറുണ്ട്, ഞാൻ ഒന്ന് എടുത്ത് നോക്കണ്ട. ചാടുന്നമ്മ ഫോട്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ. എന്തായാലും ലൈക്ക് ചെയ്യുക. ബൈ.